ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ അന്നം മുടക്കിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്ക് കൃത്യമായ മറുപടിയാണ് കെ മുരളീധരൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അന്നം മുടക്കുകയല്ല ചെയ്തതെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അനധികൃതമായി സ്ഥലം കയ്യേറി ബാനറുകൾ സ്ഥാപിച്ചവരെ ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പുതിയ ലാബിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെ ലാബിനെതിരെ ചിലർ നടപടിയെടുത്തതാണ് എതിർപ്പിന് കാരണമായത്, അല്ലാതെ പൊതിച്ചോറ് വിതരണമല്ല. വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച സ്ഥലം ചില സംഘടനകൾ ആഹാരം വിതരണം ചെയ്യുന്നതിന്റെ പേരിൽ സംഘടിതമായി കയ്യേറുകയായിരുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. അല്ലാതെ ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആഹാരം നൽകുന്നതിനോട് സർക്കാരിന് യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. ആഹാരത്തിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. പാവപ്പെട്ടവർക്ക് കൃത്യമായി ആഹാരം ലഭിക്കണമെന്നത് മാത്രമാണ് സർക്കാരിന്റെ താല്പര്യം. അത് ആര് കൊടുക്കുന്നു എന്നത് ഇവിടെ വിഷയമേ അല്ല, മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ നിയമലംഘനങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം താൻ നടത്തിയ പ്രതികരണങ്ങളെ ചില മാധ്യമങ്ങളും സംഘടനകളും പൊതുവായി വ്യാഖ്യാനിക്കുകയായിരുന്നെന്ന് മന്ത്രി പറയുകയുണ്ടായി. ആലപ്പുഴയിലെ സവിശേഷമായ സാഹചര്യത്തിനനുസരിച്ചുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതിനെ സംസ്ഥാന വ്യാപകമായി ആഹാരം വിതരണം ചെയ്യുന്നതിനെതിരെയുള്ള സർക്കാരിന്റെ നീക്കമായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നതായും മന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ ഡിവൈഎഫ്ഐക്കും BJP നേതാവ് കെ സുരേന്ദ്രനും ഇപ്പോൾ ഒരേ ഭാഷയാണെന്ന് മന്ത്രി പരിഹസിക്കുകയുണ്ടായി. വയനാട് ചൂരൽമല ദുരന്തഭൂമിയിൽ ആരാണ് ഭക്ഷണം വിതരണം തടഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിന്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അകത്ത് രണ്ടു കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിന്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. അല്ല, അത് അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. ആലപ്പുഴയിൽ കംപ്ലൈന്റ് കിട്ടി, തീരുമാനമെടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈന്റ് കിട്ടിയാൽ അപ്പൊ നോക്കാം. ഇപ്പൊ കംപ്ലൈന്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരാ? ഞാൻ പറയാം, HDS അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകന യോഗം. HDS എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ HDS കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ചാ, ഞങ്ങൾ വന്നതിന് ശേഷം മാറ്റിയിട്ടില്ല. ഇതിലെ UDF അംഗങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ HDS. കാരണം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളെയാണ് HDS HMS അംഗങ്ങളാക്കുക. അതിൽ ഒരാൾ പോലും ഒരു പ്രതിഷേധവും പറഞ്ഞില്ല. MLAയും MPയും ഡെപ്യൂട്ടി സ്പീക്കറുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച വന്നത്. ആ കമ്മിറ്റിയുടെ തീരുമാനം, അത് കെ മുരളീധരന്റെ തീരുമാനമല്ല. HDSന്റെ തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനും ഈ സ്ഥലം കയ്യേറ്റക്കാരെ നിർബന്ധമായിട്ട് അവിടുന്ന് മാറ്റി നിർത്താനും.
സംബന്ധിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് സാധ്യമാകുന്ന കാര്യമാണോ? ആലപ്പുഴയിൽ അതിന്റെ സംവിധാനം ഉണ്ടാക്കി. മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല.